ഹായ് ടീം, ഇപ്പോൾ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പ്ലാസ യൂസർ കാർ ഷോറൂമിലൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നേക്കണത്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ടൈം കളയുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് സ്പീഡിലെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഉണ്ട്, അപ്പോൾ ഡീറ്റെയിൽ വിളിച്ച് വയ്ക്കാം. കൊടുങ്ങല്ലൂർ പ്രോപ്പർ തന്നെയാണ് അമ്പലത്തിന്. കൊടുങ്ങല്ലൂർ അമ്പലം ടെമ്പിൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ്, അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. ചെറിയ ബഡ്ജറ്റിൻ്റെ തൊട്ടിട്ട് വലിയ ബഡ്ജറ്റിൻ്റെ അടക്കം വണ്ടികളുണ്ട്. ആ ടീം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാർ പ്ലാസയിലുണ്ട് കൊടുങ്ങല്ലൂർ. രാഹുൽ ബ്രോ കൂടി ഉണ്ട് കേട്ടോ. നമസ്കാരം. കുറച്ചാളായി കണ്ടിട്ട് നമ്മള് വണ്ടികളുണ്ടല്ലേ ഇപ്രാവശ്യം? അത്യാവശ്യം ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്കൊന്ന് ടൈം കളയാണ്ടെന്ന് വീഡിയോയിലേക്ക് പോയല്ലോ. എൻക്വയറി ഒക്കെ വരുന്നുണ്ടായിരുന്നല്ലേ? കുറവാണ്, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, തുടങ്ങാം. നിങ്ങൾക്ക് ഇവിടുന്നാണോ? ഇതുണ്ടല്ലേ വണ്ടി? 20 ടിയാഗോ BS6 വണ്ടി അല്ലേ? 4 ടയർ. അതേ ടോപ്പാണോ? ടോപ്പിന്റെ ഒരു മോഡൽ താഴെ ആർമന്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വരില്ല, അലോയ് വരില്ല. 4 ടയറും കുഴപ്പമില്ല അല്ലേ? പുതിയതാണ്. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആണോ? എൻ്റെ വണ്ടി അത്യാവശ്യം നീറ്റാണ് കേട്ടോ. കാര്യങ്ങൾ ഒന്നും കുഴപ്പമില്ല. സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ, ലോക്കാണോ? ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ലല്ലോ, ക്ലീൻ ആണല്ലേ? ഓക്കെ, എത്ര ഓടിയേക്കണത്? 44,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണേ. എത്ര നമുക്ക് റേറ്റ് എക്സ്പെക്ട് ചെയ്യണത്? 480. ഓക്കെ, നെഗോഷ്യബിൾ റേറ്റ് ആണെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടില്ലേ? 5-6 കൊല്ലം വരെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതോ വാഗണർ 16 മോഡൽ ഉണ്ട് അല്ലേ? അതായത് വാഗണറിലെ ഏറ്റവും ആ ടൈമിലെ ഏറ്റവും ടോപ്പ്. ഓക്കെ, ഉണ്ട്. ഇത് കമ്പനി അലോയ് വീലാണ് അല്ലേ? ടയറുകളൊന്നും കുഴപ്പമില്ല കേട്ടോ. 16 മോഡലാണ്, സിംഗിൾ ഓണറാണ്. VXi 48,000 കിലോമീറ്റർ അല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം. ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല. അതിൽ എല്ലാം വർക്കിംഗ് അല്ലേ? വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്ര പറഞ്ഞതിന്? 4,40,000 കേട്ടോ. ഓട്ടോമാറ്റിക് നമുക്ക് മൈലേജ് ഒക്കെ ഒരു 18 മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് കിട്ടുന്ന പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കാം, നമുക്ക് ഇതിനും ലോൺ സൗകര്യങ്ങൾ കിട്ടും, എക്സ്ചേഞ്ച് ഒക്കെ കിട്ടും കേട്ടോ. ഇത് കുറച്ച് പുതിയ മോഡൽ വാഗണർ. 2021 വാഗണറാണ്. 21 വാഗണറാണ് അല്ലേ? ഡിസംബർ മോഡൽ, 22 ജനുവരി രജിസ്ട്രേഷൻ. 22 രജിസ്ട്രേഷൻ, 21 മാനുഫാക്ചറിങ് അല്ലേ? ഓക്കെ, നല്ല ടയറുകളാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 1000 cc ആണ്. ഇത് 1000 cc ആണ്. ഇത് 1000 തന്നെ, സെയിം. ഇതിന്റെ ബേസ് മോഡലാണ് അതില്ലേ? LXi. ഓക്കെ, ഇതില് ZXi വരുന്നുണ്ട്. അപ്പോൾ വരുന്നുണ്ട്. ഇന്റീരിയർ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇതിനെത്ര പറയണേ? 545 അല്ലേ? ഓക്കെ, റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ബോണറ്റ് അല്ലേ? ഉള്ളിലേക്ക് വലിയ കമ്പനി തന്നെ മാറിയതാണ്. കാര്യങ്ങളൊന്നുമില്ല, നോക്കിയിട്ട് എടുക്കാം. എത്ര പറയാനതിന്? 545. 2021 മോഡല്, 22 രജിസ്ട്രേഷൻ കേട്ടോ. ഡയറക്റ്റ് വരാം. ഒരു i10 ഗ്രാൻഡ് അല്ലേ? ഇത് ബാക്ക് ഉണ്ട് അല്ലേ? കണ്ട പറ്റിക്കും. ആക്സിഡന്റ് ആണ് കേട്ടോ. ഇതേതാ മോഡല്? 14 മോഡൽ വണ്ടിയാണ് കേട്ടോ. എക്സെന്റ് മിഡിൽ ഓപ്ഷൻ പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ ആണ്. അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. മിറർ ഫോൾഡിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? ഓട്ടോ മിറർ ഫോൾഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയർ എത്ര പറഞ്ഞ? 14 മോഡൽ. റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? 90,000 കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ. എത്ര പറയാനേ? 3,20,000 കേട്ടോ. ഈ നമ്മള് പറയുന്ന എല്ലാ റേറ്റും നെഗോഷ്യബിൾ ആണല്ലേ? ഇതോ ഇക്കോഫോർട്ട് ഉണ്ടോ? 18 മോഡൽ ഡീസൽ തൊട്ട് താഴെ. ഒരു അത്യാവശ്യം ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. എല്ലാം വരുന്നുണ്ട് അല്ലേ? 1,80,000 റണ്ണിംഗ് കിലോമീറ്റർ. 1,00,000 കമ്പനി സർവീസ് ആണോ അത്? സിംഗിൾ ഓണർ. ഇപ്പൊ നമുക്കിപ്പോ ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമല്ലോ ഇപ്പോഴും? എടുത്തിട്ടുള്ളതാണ്, ഉണ്ടാക്കി തരാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഫോർഡിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇല്ലേ നമുക്ക്? സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? 31 വരെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എത്ര പറയണേ? 6,50,000. വണ്ടി നീറ്റ് ആണ് കേട്ടോ. കാണുമ്പോ ജസ്റ്റ് നോക്കിട്ട് എടുക്കുക. ഇതുണ്ടോ രസം? 2019 ഡീസൽ VDI ഓപ്ഷണൽ. ഓക്കെ,
എയർ ബാഗ് കാര്യങ്ങൾ കമ്പനി സെറ്റ്. സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണറാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? 19 മോഡൽ ഡീസൽ അല്ലേ? ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല കേട്ടോ, വൃത്തിയായിട്ടുള്ള ഇന്റീരിയറാണ്. എത്ര പറയണതിന്? 8,75,000 കേട്ടോ. നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഇത് സെൽട്ടോസാ? 21 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആവും അല്ലേ? ഡീസൽ മാനുവൽ HTX. അപ്പോൾ സൺറൂഫ് ഉള്ള മോഡൽ അല്ലേ? പുഷ് ബട്ടൺ ഉണ്ട്. ഓക്കെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. കിലോമീറ്റർ 1,45,000 ഓടി. 1,45 ഓടിയിട്ടുണ്ട് അല്ലേ? നല്ല ഓട്ടോ, സിംഗിൾ ഓണറിൽ. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഡീസലാവും. ഓക്കെ, HTX അല്ലേ? കിലോമീറ്റർ വരെ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇവിടെ HTX-ലാണ് സൺറൂഫ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, എത്ര പറയണതിന്? 12,90 അല്ലേ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇതിൽ ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ തോതിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റേറ്റ് ഉള്ളത് ലോണും കിട്ടും. ഓക്കെ, മാക്സിമം ലോൺ എടുക്കാൻ പറ്റും പറയുന്നത്. വീണ്ടും ഒരു ഓൾഡ് ഷേപ്പ് ആണ് അല്ലേ? ഓക്കെ, ഇവിടെ പുതിയത് കൊണ്ടുവരണം, പഴയതുണ്ട് കേട്ടോ. 2015 തന്നെയാണ്. ഡീസലാണ്. ഇത് എത്രയായിരുന്നു? 18. ഇത് 15 അല്ലേ? ഡീസലാണ്. ട്രെൻഡ് ആണത്. ട്രെൻഡ് പ്ലസ് ആയിരുന്നു. ന്യൂ ഷേപ്പിലാണ് ട്രെൻഡ് പ്ലസ് വരുന്നത്. ട്രെൻഡ്. ഓക്കെ, അത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. എയർ ബാഗ് ഒന്നുമില്ല. അന്ന് ടൈറ്റാനിക്കിൽ മാത്രം എയർ ബാഗ്. ഇതിപ്പോ ഡ്രൈവിംഗ് സീറ്റ് മാത്രം എയർ ബാഗ് ഉണ്ടോ? ഇല്ല, ABS മാത്രമേ ഉള്ളൂ. മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ, ABS, പവർ ഉണ്ട്. അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 75,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. ഡീസൽ അല്ലേ പറഞ്ഞത്? സിംഗിൾ ഓണർ. ഇതൊക്കെ മൈലേജ് ഉണ്ടാവില്ലേ ഡീസലില്? നല്ല നല്ല ടയറുകളാണ് കേട്ടോ, കാര്യങ്ങളൊക്കെയാണ്. ഡീറ്റാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ ഇതില്? ഓണർഷിപ്പ് സിംഗിൾ അല്ലേ പറഞ്ഞത്? സിംഗിൾ ഓണർ. എത്ര പറയണതിന്? 5 ലക്ഷം. 5 ലക്ഷം രൂപ പറയണം കേട്ടോ. അങ്ങനെ നോക്കിയെടുക്കാം. അടുത്ത് നമുക്ക് ഏതാ? ഇതുണ്ടായി i20. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2012 ഫസ്റ്റ് ഷേപ്പ്. പെട്രോള് സ്പോർട്സ്. പെട്രോളിൽ സ്പോർട്സ് ആണ്. ഓക്കെ ഓക്കെ, മാനുവൽ. സിംഗിൾ ഓണറാ? റീപ്ലേസ് ഉണ്ടോ അതിൽ? റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. വണ്ടി കാണാൻ നല്ല നീറ്റായിട്ട് തോന്നുന്നില്ലേ? എത്ര ഓടിയേക്കണത്? 70 ഓടിയിട്ടുള്ളൂ. സർവീസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോഴും നല്ല കളറുള്ള ടൈം ഇരിക്കുമ്പോഴേ ഇത് ചേഞ്ചിങ് ഒന്നും ആവില്ലല്ലോ അല്ലേ? ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നീറ്റായിട്ടാണ് ഉപയോഗിക്കാൻ തോന്നുന്നു. സ്പോർട്സ് ആണ് അല്ലേ? പെട്രോളാണ്. ഓക്കെ, മൈലേജിന്റെ ഒരു കുറവുണ്ടാവില്ല ഇതില്? 14 പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, എത്ര പറയണേ? 2,40,000 കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇതോ? ഇത് 2018 കിഡ് 1000 cc വരുന്ന RXT ഓപ്ഷണൽ. അതെ. ഓക്കെ, ഇതില് കമ്പനി ഫിറ്റിംഗ്സ് കൂടാതെ അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. കുറച്ച് പണി എടുത്തിട്ടുണ്ട്. പിന്നെ വില കൂടിയ പവർ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് കൂടിയ ബഫർ അല്ല, എക്സോസ്റ്റ് പവറുള്ള ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അഡീഷണൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ സാധനങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കുറെ സാധനങ്ങൾ എക്സ്ട്രാ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ എയർ ബാഗും വരും. സിംഗിൾ എയർ ബാഗ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 1000 cc 1.0 ആണല്ലേ? അതിൽ ടോപ്പ് എൻഡ് എല്ലാം വർക്കിംഗ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? 34,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണേ. റീപ്ലേസ് ഒന്നുമില്ല. എത്ര പറയണേ? 3,45 ആണ് കേട്ടോ ആസ്കിംഗ് റേറ്റ്. ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഒരു കവറിങ്? ഇങ്ങനെ തന്നെയാണ് അല്ലേ? ഓ ഓക്കെ ഓക്കെ. ഡയറക്റ്റ് വരാതെ നമുക്ക് ലോണൊക്കെ എടുക്കാൻ പറ്റില്ല? നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഓക്കെ, ഇത് പോയോ GT? അതെ അല്ലേ? ഓക്കെ, 1.5. ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാ? സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് അല്ലേ? നല്ല എല്ലാ വണ്ടിയുടെ പ്രാവശ്യം നല്ല അടിപൊളി ടയറുകളാണല്ലോ. പുതിയ ടയറാണ്. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലാക്ക്. ഓക്കെ, ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ലല്ലോ? എല്ലാം വർക്കിംഗ് അല്ലേ? ഇല്ല, ഒരു ലൈറ്റ് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അതെ അല്ലേ? ഓക്കെ, ഡീസൽ അല്ലേ പറഞ്ഞത്? ഇൻഷുറൻസ് ഒക്കെ പുതിയ ഇൻഷുറൻസ് ആണ്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഈ മോഡൽ ഏതാ പറഞ്ഞത്? 14. എത്ര നമുക്ക് പറയണേ? 4,40,000 കേട്ടോ. ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ,
പിന്നെ ഇതൊക്കെ ഉണ്ടോ ബാക്കിലുണ്ടോ? നമുക്ക് ഐറ്റം എടുക്കാം. ആ ഇത് ഓക്കെ. ഇത് എങ്ങനെയാ പറഞ്ഞത്? 2015 അന്ന് ഇറക്കിയിരുന്നു ഈ ഐറ്റം. ഗ്രാൻഡ് ഐറ്റം ഉണ്ട്, ഈ ഐറ്റം അന്ന് ഒരുമിച്ച് ഇറക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഇത് സ്പോർട്സാ? അല്ല, ഇത് മാഗ്ന. ഓക്കെ, മാഗ്നയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പെട്രോൾ IRD ആണല്ലേ? കാപ്പിയല്ല അല്ലേ? കാപ്പിയല്ല. ഏറ്റവും ഓക്കെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല കേട്ടോ. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഓണർഷിപ്പ് ഒക്കെ മാഗ്നയാണ് കേട്ടോ. സിംഗിൾ ഓണർ അല്ലേ? 2,70,000. എത്ര ഓടിക്കുന്നത്? 1 lakh കിലോമീറ്ററിനൊക്കെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഈ 2 നമുക്ക് നെഗോഷ്യബിൾ ഉണ്ടല്ലേ? ഓൺ ചെയ്യാൻ പറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതോ അപ്പുറത്ത് ഒരു കിടുകുടിങ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് നോക്കാതെ ഇത് ഇയർ 18 മോഡൽ. സെയിം വേരിയന്റ് ആണ്. ഇത് ശരിക്കും സ്റ്റോക്ക് കണ്ടീഷനാണ്. അത് കുറച്ച് 10,000 കുറവുണ്ട്. ഇത് 24,000 ഓടിയിട്ടുള്ളൂ. അത് ഒരു 30 സംതിങ് ഓടിയിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതും കൂടി വേണം അവർക്ക്, ഇതുകൂടി ചോദിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ. ഇതിന്റെ റേറ്റ് 3 ഇതാണോ? അത് നമുക്ക് 330 ആണ് നമ്മുടെ റേറ്റ്. നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഓക്കെ. 2 കിട്ടുന്നുണ്ട്. ഇത് ജീപ്പ് കോമ്പസ് 20 മോഡല് ജീപ്പ്, ഒരു ബ്ലാക്ക് BS6 അല്ലേ? ഓക്കെ. ലോങ്ങിറ്റ്യൂഡ് പ്ലസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് തൊട്ട് താഴത്തെ ഡീസൽ മാനുവൽ ആണ് അല്ലേ? സിംഗിൾ ഓണർ ആവും അല്ലേ ഇതൊക്കെ? പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റാണെന്ന് പറയണേ. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. മാനുവലാണ്. ഇതിനൊക്കെ മൈലേജ് നമുക്ക് അത്യാവശ്യം 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. വേറെ പ്രശ്നക്കാരെ എത്ര പറയണേ? 14 ലക്ഷം. ഏതാ മോഡല് പറഞ്ഞത്? 20 വണ്ടി കേട്ടോ. ഓക്കെ. ഇതുണ്ടോ നമുക്ക്? എന്തെങ്കിലും പറയണേ? 2014 ആൾട്ടീസിൽ തന്നെ ഡീസലില് ടോപ്പ് എൻഡ് GL ഇലക്ട്രിക് സീറ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആണോ? ഇത് കേരളയാണ്. ഓക്കെ. നമ്മളിവിടെ കാണിക്കുന്ന എല്ലാം കേരള വണ്ടികളല്ലേ ഉള്ളോ? ചെയ്യാറുള്ളൂ. ഇന്നോവ ആൾട്ടിസ്. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ ഇത്? ഓക്കെ. ഇത് വണ്ടിയൊക്കെ നീറ്റാന്ന് പറയണേ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. എത്ര ഓടിയേക്കണേ? 89,000 കിലോമീറ്റർ ആട്ടോ ഓടിയേക്കണേ. ഓൾട്ടീസ്. ഇതിന് എത്ര പറയണേ? 10 ലക്ഷം രൂപ പറയണേ. ഇലക്ട്രിക് സീറ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. 10 ലക്ഷം രൂപ. ഡയറക്റ്റ് സംസാരിച്ച ഓൺ ടേബിൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ആ സ്വിഫ്റ്റ് പോയോ? സ്വിഫ്റ്റ് പോയിട്ടില്ല. അതേതാ? പെട്രോള്. ഓക്കെ. 16 അല്ലേ? അതെങ്ങനെയുണ്ട് അതിന്റെ ഡീറ്റെയിൽ? VXi ആണ് കേട്ടോ. 1 lakhന്റെ അടുത്ത് ആവാറായി അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് 4 ഡോർ. ഓക്കെ. എത്ര പറയണതിന്? 470. നെഗോഷ്യബിൾ അല്ല നമുക്ക്? പെർഫെക്റ്റ് ആണ്. ഓക്കെ. അല്ല, നമ്മുടെ കാർ പ്ലാസയിൽ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു സെലാറിയോ അല്ല. അത് 2019 മോഡല് മാനുവൽ സെലാറിയോ അല്ലേ? ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ അല്ലേ? ഇതിൽ പെട്രോൾ മാത്രമല്ലേ വരണുള്ളൂ? CNG ഉണ്ടായിരുന്നു. പെട്രോൾ ആണ്. വണ്ടി ഇറങ്ങണേലുണ്ടായിരുന്നു. ഓക്കെ. ഇതിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും വരുന്നുണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല കേട്ടോ. നമുക്കൊന്ന് 4,15,000 ആണ് കേട്ടോ. സർവീസ് ഹിസ്റ്ററിൽ വണ്ടിയുടെ ഡയറക്റ്റ് വരാം. ഇതിന് ലോൺ സൗകര്യങ്ങൾ കിട്ടും. നമുക്ക് എക്സ്ചേഞ്ച് സെറ്റ് ചെയ്തൂടെ? ലോണും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് SPയിൽ എടുത്ത് പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ മതി നമ്പറിൽ. ഇത് ഇനി പറഞ്ഞ പോലെ ഫേസ് ലിഫ്റ്റ് അവരാക്കിയതാണോ? അത് വരുന്നതാണ്. ഓക്കെ. പെട്രോളില് ടോപ്പ് എൻഡ് തൊട്ട് താഴെ സീറ്റ എല്ലാം വരും. പുഷ് ബട്ടൺ അലോയ്സ് എല്ലാ കാര്യങ്ങളും ഇതിൽ വരും അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർ ആവും. ഓക്കെ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? അല്ല, ഇതിലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ നീറ്റാണുണ്ട് അല്ലേ? നീറ്റാണ്. ഓക്കെ. ഇനി എന്താ പറയണേ? 6,75,000. ഓക്കെ. ഇനി ഇത് മാനുവല്. ഓക്കെ. ഇനി ഇതോ? 2016 അന്നത്തെ ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ഓക്കെ. 1.6 വരണേ.
ഓക്കെ. അപ്പൊ മൈലേജ് ഉണ്ടാവില്ല എന്നാലും മൈലേജ് 16 വരെ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല എന്താ പറയണേ? 9,40,000 കേട്ടോ. ഡയറക്റ്റ് വരാം. ഇനി ഇതോ ഇത് 300 ഡീസൽ W6 മാനുവല് 2019 വണ്ടി. ഓക്കെ. അലോയ്സ് 16 എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഇത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. 16 ഇഞ്ച് വീലിന്റെ ടയറോളും പുതിയതാണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. എക്സ്റ്റൻഡഡ് വാറന്റി ഉണ്ട്. 5 ഇയർ വാറന്റി ഉണ്ട്. 2024 ഇപ്പൊ ഈ കൊല്ലം ഫുള്ള് വാറന്റി ഉണ്ട് വണ്ടി. വാറന്റി ഉണ്ട്. ഓക്കെ. എന്താ പറയണേ? ഇതിന് വില നമുക്ക് 7,50,000. 7,50,000. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ബമ്പർ ടു ബമ്പർ ഉണ്ട്. B2B ഉണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ 7 സീറ്റ് കാരൻസ് ഫുൾ ഓപ്ഷൻ. അതായത് ഒരു നല്ല ലക്ഷറി അതിനായിരിക്കും ഏറ്റവും കൂടിയത്. ഇത് ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് 7 സീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. ഇതെന്താ റേറ്റ് പറഞ്ഞത്? 20. കമ്പനി എത്ര വരാത് ശരിക്കും? 25-90 വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ പറയേണ്ടത് വരും അല്ലേ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. വേറെ ഇല്ലല്ലോ ഇതെല്ലാം നമുക്ക് വരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഇല്ലാത്ത വണ്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കി കൊടുത്തു കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇവിടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. 701-216-2116 അല്ലേ? ഓക്കെ. താങ്ക് യു.